പ്രൊഫസർ MGS നാരായണൻ ഇപ്പോൾ മരിച്ചു എന്നുള്ള വാർത്ത ഡൽഹിയിൽ നിന്ന് ഒരു സുഹൃത്താണ് വിളിച്ചു പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രിയിലും വീട്ടിലുമായി സാധാരണ 90 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയിൽ ജീവിതത്തിൻ്റെ വല്ലാത്ത ഒരു പ്രതിസന്ധി കാലഘട്ടമാണത്. പ്രേമിച്ചോടെ ഇടയ്ക്കും തലയ്ക്കുമൊക്കെ സംസാരിക്കുമായിരുന്നു. വിനിയോട് സംസാരിക്കുമായിരുന്നു. വിജി സ്ഥലത്തില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു മോളും ഒരു മകനുമാണ്. ആ കുടുംബമായിട്ട് വളരെ അടുത്ത് ഇടപഴകാനുള്ള ഒരു ജീവിത സന്ദർഭം ഉണ്ടായി. അന്ന് MGSനെ വളരെ അടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഒരു തരം മറയുമില്ലാത്ത വലിയ വാത്സല്യ ബന്ധമായിരുന്നു അത്. എനിക്കാണെങ്കിൽ 25 വയസ്സിന് താഴെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എനിക്ക് UGC ഫെലോഷിപ്പ് കിട്ടുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതിനെ പറ്റിയുള്ള ഒരു ആലോചന ഉണ്ടായി. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വളരെ അകലത്താണ്. ഏതായാലും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടത് ഒരു വഴിത്തിരിവായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ആരെയോ നോക്കിയിരുന്നത് മാതിരി, ഞാൻ അദ്ദേഹത്തെ നോക്കിയിരുന്നത് മാതിരി, എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം താൻ എൻ്റെ കൂടെ തന്നെ റിസർച്ച് ചെയ്താൽ മതി, MPhil ചെയ്താൽ മതി, അത് പുന്നപ്ര വയലാറിനെ പറ്റിയാണെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാനന്ന് അധ്യാപകനായതുകൊണ്ട് എൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ ചെയ്യേണ്ട ഒരു ഗവേഷണമാണത്. അതിനകത്തൊന്നും ഒരു ഗൈഡിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ചില മാർഗദർശനങ്ങൾ അതെനിക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. പിന്നെ ഞാനൊക്കെ ചെയ്തത് ധാരാളം വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം തനിക്ക് ഫെലോഷിപ്പ് വഴി കിട്ടുന്നു. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. ഭയങ്കര ഉദാരമായ സമീപനം. പിന്നെ ചെറുപ്പത്തിലെ എല്ലാത്തരം കാര്യങ്ങളോടും അദ്ദേഹം തുറന്ന സമീപനം. അപ്പം ബീഡി വലിച്ച് നടക്കുന്ന കാലം, അപ്പം ബീഡി കുറ്റിയുണ്ടോയെന്ന് ബീഡി എന്നോട് ചോദിക്കുമ്പോൾ ഈ വലിക്കുന്നതുള്ളതെന്ന് എന്നാൽ പിന്നെ അത് മതി എന്ന് പറയുന്ന ഒരടുപ്പം. വളരെ അപൂർവമായിട്ട് മദ്യപിക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന അധ്യാപകൻ. അങ്ങനെ എനിക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടിയപ്പോഴും വലിയ പ്രശ്നമായി. ഇന്നുവരെ എങ്ങനെയാണ് പിരിഞ്ഞിട്ട് പോകുന്നത്? എനിക്കാണെങ്കിൽ KN പണിക്കരുടെയൊക്കെ പോയി ആധുനിക ചരിത്രമാണ്. എനിക്ക് ആ സമയത്തൊക്കെ സബാൾട്ടേൺ, വളരെ അരികിലേക്ക് മാറി ജീവിക്കുന്ന മനുഷ്യരുടെ ചരിത്രം പഠിക്കണം. ഗ്രാംജിയൻ കാഴ്ചപ്പാടുകളെ ഉപയോഗപ്പെടുത്തി മനുഷ്യൻ്റെ ബോധം എന്താണ്, ബോധമണ്ഡലം എന്താണ്, അപ്പോൾ അതിനകത്തൊക്കെ വളരെ ശ്രദ്ധേയമായ പഠനം നടത്തുന്ന ആളാണ് KN പണിക്കർ. അപ്പോൾ അദ്ദേഹത്തിനും വലിയ സന്തോഷം. അങ്ങനെ ഞാൻ ഡൽഹിക്ക് പോകാനെല്ലാം ഒരുപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, താൻ ഡൽഹിക്ക് പോവുകയോ? അത് പാടില്ല,
ഇവിടെ താൻ എൻ്റെ കൂടെ തന്നെ തുടർന്ന് ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, മാഷ് മെഡീവൽ ആദിമകാലത്തെ പറ്റിയൊക്കെ അല്ലേ, അദ്ദേഹം മെഡീവൽ കേരള ചരിത്രമാണ് പഠിച്ചത്. പിന്നെ ആദിമ കേരളത്തെ പറ്റിയുള്ള ഒരു ആചാര്യനായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതും ഇതുമായിട്ട് എന്തൊരു ബന്ധം? തനിക്കിഷ്ടമുള്ളത് താൻ പഠിക്കുക. അദ്ദേഹം ആദ്യം എംഫിലിൻ്റെ കാലത്ത് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, നിങ്ങൾ വളരെ ഓട്ടോണമസ് ആയിട്ടുള്ള ഒരാളാണ്. യു നീഡ് നോട്ട് ബോദർ അബൌട്ട് എ സൂപ്പർവൈസർ, ബട്ട് ഐ വുഡ് പ്രിഫർ യു ടു ബി ഹിയർ. അപ്പോൾ എനിക്ക് അതിനൊരു വ്യക്തിപരമായ ചില താല്പര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് അതൊന്നും പറഞ്ഞില്ല. ഞാൻ പണിക്കർ മാഷയെ വിളിച്ച് ഞാൻ കാലിക്കറ്റിൽ തുടരട്ടെ. അത് അദ്ദേഹത്തിനൊരു വലിയ ഷോക്കായിരുന്നു. കാരണം അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ. നമ്മൾ ഈ ഫോണ് കത്തെഴുതുക, അതിന് മറുപടി വരിക, അങ്ങനെയൊക്കെ ഒരു കാലമാണ്. 80കളാണ്, early 80s. അതിനെ തുടർന്ന് ഞാനങ്ങനെ തികഞ്ഞ അരാജകവാദിയാകാനുള്ള എല്ലാ സൗകര്യങ്ങളും MGS ചെയ്തു തരും എന്നുള്ളതാണ് അദ്ദേഹത്തോടൊപ്പം വിദ്യാർത്ഥികളാകുന്നവർക്ക് കിട്ടുന്ന മഹാഭാഗ്യം. അപ്പം മറ്റുള്ളവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നവർ 2 വർഷം കൊണ്ട്, മാക്സിമം 3 വർഷം കൊണ്ട് PhD എടുക്കുമ്പോൾ ഇദ്ദേഹത്തോടു കൂടി ചേർന്നിട്ടുള്ളവരൊക്കെ 8ഉം 10ഉം വർഷം എടുക്കും. അത് വളരെ ഉദാരനായ, വളരെ സമ്പന്നനായ ഒരു അധ്യാപകൻ്റെ ശിഷ്യന്മാരാണെന്നുള്ള അഭിമാനത്തിലാണ് ഈ പോകുന്ന വർഷങ്ങളെപ്പറ്റി വളരെ ലാഘവബുദ്ധിയിൽ കാണുകയും എന്നാൽ സജീവമായ ചർച്ചകളിലൂടെ മുന്നേറുകയും ഒക്കെ ചെയ്യുന്ന ഏതാണ്ട് 10 വർഷം. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും കാര്യമായ ഇടപെടലൊന്നും ഉണ്ടാവില്ല. പക്ഷെ പൊതുകാര്യങ്ങളിൽ ഏത് കാര്യം വന്നാലും അദ്ദേഹം ഒരു പ്രത്യയശാസ്ത്രത്തോടും അടുത്ത് നിൽക്കുന്ന ഒരാളെ ആയിരുന്നില്ല. ഇംഗ്ലീഷിൽ എക്ലക്റ്റിക് എന്ന് പറയും. അങ്ങോട്ട് കാറ്റടിച്ചാൽ അങ്ങോട്ട് പോകും. പക്ഷെ പൊതുവിൽ അദ്ദേഹത്തിന് മാർക്സിയൻ ടൂളിനോട്, ടൂളെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ് കാരണം അതൊരു ഇൻസ്ട്രുമെൻ്റായി, ഒരു ടൂളായി ഉപയോഗിക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്ന ഒരാളായിരുന്നു. അതുതന്നെ വളരെ വസ്തുനിഷ്ഠ ചരിത്ര പഠനത്തിന് വളരെ ആവശ്യമായ ഒരു കാര്യമാണെന്നുള്ള ബോധ്യം എനിക്കുമുണ്ടായിരുന്നു. പക്ഷെ പോകെ പോകെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കോ, കാരണം ഞാൻ അക്ഷരാർത്ഥത്തിൽ ആധുനിക കാലത്ത് നിന്ന് പിന്നോക്ക കാലത്തേക്ക് നടന്നുപോയി ഒരു പുരാവസ്തു ഗവേഷകനായി മാറുന്ന ഒരവസ്ഥയിലൊക്കെ MGS എക്സ്റ്റേണൽ കാരണങ്ങൾ കൊണ്ടാണ്. അതെനിക്ക് നല്ലോണം അറിയാമായിരുന്നു. എന്നിലുള്ള ആത്മവിശ്വാസക്കുറവോ എന്നിലുള്ള ശാസ്ത്രീയതയുടെ നിശ്ചയദാർഢ്യമോ അതിലൊന്നും എനിക്ക് ഒരിക്കലും അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ സാമ്പ്രദായിക ചരിത്രകാരന്മാർ പല പ്രശ്നങ്ങളുമൊക്കെ പറയുന്നതിലും MGS ഡിഫറൻ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം. കാരണം അതിന് വേറെ പല ഫാക്ടേഴ്സും ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ പേര് പറയാതെ തന്നെ അദ്ദേഹം ഞാൻ ചെയ്യുന്ന പദ്ധതിയെ നിശ്ചിതമായി വിമർശിക്കുകയും അത് വലിയ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥകളോളം എത്തുകയും ഞാൻ വലിയ മാനസിക സംഘർഷത്തിൽ ഒക്കെ എത്തിച്ചല്. പക്ഷേ എനിക്ക് വിചിത്രമായി തോന്നിയിട്ടുള്ളത്, എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി ഒരിക്കലും ഒരു അകൽച്ച തോന്നിയിട്ടില്ല. ചിലർക്ക് ഈ പണ്ട് പറയുമല്ലോ, ഈ പ്രായമാകുമ്പം കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകുമെന്ന്. അപ്പം ഞങ്ങളുടെ ഇടയിൽ പറയുന്ന ഒരു കാര്യമാണ്, MGSൻ്റെ വളരെ ജൂനിയേഴ്സായിട്ടൊക്കെയുള്ള ഒരു വൈസ് ചാൻസലറായി ഇദ്ദേഹത്തെ പോലെ വലിയ പ്രാഗൽഭ്യമുള്ള ഒരുതരം നിഷേധം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഗൽഭ്യത്തിൻ്റെ ഭാഗമായിരുന്നു. എല്ലാവരും ശത്രുക്കളാക്കാൻ ഇങ്ങനെ
എത്ര മിടുക്ക് വേണമെന്നൊക്കെ ഞങ്ങൾ പറയായിരുന്നു. ഒരേ സമയം എല്ലാവരെയും ശത്രുക്കളാക്കുക, അങ്ങനെ ഒരു ജനസിൽപ്പെട്ട ആളാണെന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ചില സ്ഥാനമാനങ്ങളൊക്കെ ചിലപ്പം കിട്ടാൻ അർഹതയുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാകാം. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്, മനുഷ്യൻ്റെ കാര്യമല്ലേ. പല ആത്മനിഷ്ഠമായ കാര്യങ്ങളും ഇതിലേക്ക് വരാം. അധികാരത്തിൻ്റെ, സമ്പത്തിൻ്റെ, ഇതിൽ നിന്നൊക്കെ ആളുകൾക്ക് മാറി നിൽക്കാനാവോ? ഇതിൻ്റെയൊക്കെ പിടിയിൽ പെട്ടുപോകുന്നവരല്ലേ. ഈ അക്കാദമിക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കരുതേണ്ടത് അങ്ങനെയൊക്കെ വിട്ടു നിൽക്കാൻ കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള ധാരാളം പേരെ എനിക്ക് സത്യത്തിൽ ജീവിതത്തിൽ അറിയാം. അവരോടൊക്കെ ഞാൻ എത്രയോ കടപ്പെട്ടിരിക്കുന്നു. കാരണം സമ്പത്തിനും അധികാരത്തിനും അംഗീകാരത്തിനും അവാർഡുകൾക്കുമൊക്കെ അപ്പുറത്ത് വളരെ സമർപ്പിതമായി നിങ്ങൾ ചെയ്യുന്ന കർമ്മം ചെയ്യണം എന്ന് പഠിപ്പിച്ച അധ്യാപകൻ കൂടിയാണ് MGS നാരായണൻ. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് വഴിമാറി നടക്കുന്നോ എന്ന് സംശയം തോന്നുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികതയും അതുണ്ടാക്കുന്ന ക്ഷതവും ഒക്കെ വിവരണാതീതമാണ്. അപ്പോൾ അദ്ദേഹം മരിക്കുന്ന ഘട്ടത്തിൽ മലയാളികൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് ഞാനിപ്പോൾ എന്നോട് ഇത് ആവശ്യപ്പെട്ട സുഹൃത്തിനോട് ചോദിക്കുകയായിരുന്നു. മലയാളികൾക്ക് ഈ മരണം ഒരു ആഘോഷിക്കാനുള്ളൊരു ചടങ്ങാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പം ഇനി അടുത്തിടെയും കാശ്മീരിൽ വെച്ച് വെടിവെച്ച് മരിച്ച രാമചന്ദ്രൻ്റെ മകള് ഒരു പ്രതികരണം നടത്തിയതിനെ പറ്റി ധാരാളം ആൾക്കാർ, ഒരാൾ എന്നോട് പറയുമായിരുന്നു അതിന് മോശമായി ചിത്രീകരിക്കുന്ന, അങ്ങനെ ഭീഷണി ചെയ്തിട്ട് അത്രേ ആ കുട്ടി വന്നത് ചെയ്തതെന്ന്. ഇതാണ് മലയാളികളുടെ ഒരു അല്ലാത്ത ഗതികെട്ട ദാരിദ്ര്യം. ഐ യൂസ് ദാറ്റ് വേർഡ്, പോവർട്ടി. മറ്റൊന്നിൻ്റെയും പോവർട്ടി അല്ല, ഈ ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ. അപ്പം 2000 വർഷം മുമ്പ് പറഞ്ഞ കവിയുടെ വരികളാണ് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്. അദ്ദേഹം എഴുതി, ഖണിയൻ പൂക്കുണ്ടനാർ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയതാണ്. അയാൾ പറയുന്നത്, മരണത്തിൽ ഒരു പുതുമയുമില്ല. ജനിച്ച എല്ലാവരും ഓരോ ദിവസം കഴിയുന്തോറും ആ ദിവസത്തിലേക്ക്, ഇന്ന് ജനിച്ച കുട്ടി ഉൾപ്പെടെ, 69 വയസ്സുള്ള ഞാൻ ഉൾപ്പെടെ എല്ലാവരും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതൊരു ബയോളജിക്കൽ, ഇത് വളരെ ലളിതമായൊരു സത്യമാണ്. അപ്പോൾ MGS ആ ലളിതമായ സത്യത്തിന് വിധേയമായി ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട്. അത് എന്നോട്, ഞങ്ങൾ ഇടയ്ക്ക് നടക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ ഇൻഷുറൻസുകാരെയൊക്കെ വല്ലാത്ത വള്ളു പറഞ്ഞു ഓടിക്കുമല്ലോ, അതെന്തിനത്? ഇവിടെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെന്നാ ബാക്കി ഉണ്ടാവുക? അല്ല ഇമോഷണൽ, കുട്ടികൾക്ക്, ഭാര്യയ്ക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവർക്കൊക്കെ വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ മരിച്ചിട്ട് എൻ്റെ കാശെടുത്ത് അവർ ജീവിക്കണമെന്നൊക്കെ പറയുന്നത് യാതൊരു യുക്തിയില്ലാത്ത, ഇതൊക്കെ തട്ടിപ്പാണ്. സോ ഐ നെവർ എൻ്റർടൈൻ എനി പേഴ്സൺ ഹു കംസ് ഫോർ എ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളുടെ ദർ ഇസ് നോ നീഡ്. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി എനിക്ക് തോന്നുന്നത് നമുക്കൊക്കെ കൂടി ഒന്ന് ആഘോഷിക്കണം. MGSും അതിൻ്റെ അകത്ത് കൂടെ ഉണ്ടാവും. ആഫ്രിക്കൻസ് കമ്മ്യൂണിറ്റീസ് അങ്ങനെയാണ് മരിച്ചവരെ പറ്റി കരുതുക. അയ്യോ അവർക്ക് സങ്കടം തോന്നുന്നു, ഒരു കാര്യം ചെയ്യരുത്, നമ്മൾ അവരെ പറ്റി ഓർത്ത് വിഷമിക്കരുത്. ആഘോഷമായിട്ട് ജീവിക്കാൻ ശ്രമിച്ചവരാണ് അവർ, പരാജയപ്പെട്ടു പോകാം. 4 ഗുണങ്ങൾ എൻ്റെ ഈ ആദിമ മനുഷ്യ മരണത്തിൽ പുതുമയില്ലെന്ന് പറഞ്ഞവർ 4 ഗുണങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു നമ്മളോടൊക്കെ. എളിമയും ഉള്ളിലെ നേരും പ്രപഞ്ച വാത്സല്യവും വകതിരിവുമാണ്. അത് MGSന് പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ വകതിരിവിൽ കുറേ
പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാത്ത ലോകത്താരാ ഉള്ളത്? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനും എൻ്റെ വഴികാട്ടിയും എന്നെ വാത്സല്യപൂർവ്വം ജീവിതത്തിൻ്റെ ഒരു മോസ്റ്റ് ഇംപ്രഷനിസ്റ്റ്, പിന്നെ 20കൾ പ്രായമുള്ളപ്പോഴൊക്കെ നമ്മൾ വി ആർ തിങ്കിങ്, ആൻഡ് ഐ വാസ് സോ പ്രിവിലേജ് ടു ഹാവ് ഹിസ് closeness, his familiarity, and I respect him, and also I try to see him very, very critically. That is what I think he will also deserve. Thank you.